മഞ്ഞ 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 ബൾബുകൾ. മാണി സി കാപ്പൻ MLA ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാൻ പോകുന്നു. ഇതൊരു മഞ്ഞ വാർത്തയായിരിക്കണമല്ലോ. മാണി സി കാപ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നു. മാണി സി കാപ്പൻ പാലായിൽ ഔദ്യോഗികമായി മാധ്യമങ്ങളെ വിളിച്ചു ചേർത്ത് തന്നെയായിരിക്കും ലയന സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പാർട്ടിക്ക് UDF തന്നെയുള്ള ജോസഫ് ഗ്രൂപ്പുമായിട്ട് പോയി ലയിക്കേണ്ട ഒരു കാര്യമില്ല. ചില സങ്കല്പങ്ങളും ചില വ്യാമോഹങ്ങളും മാത്രമാണ്. ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ തന്നെ വലിയ പ്രഹരം നൽകിക്കൊണ്ട് ജോസ് കെ മാണി ആരുമല്ലാതാകുന്ന ഒരു നിമിഷം എന്ന രീതിയിലേക്ക് മാറുകയാണ്. മലർന്നു കിടന്ന മുകളിലേക്ക് തുപ്പുക എന്ന് കേട്ടിട്ടില്ലേ? തോൽവികൾ ഏറ്റുവാങ്ങാൻ ജോസ്മോന്റെ ജീവിതം ഇനിയും ബാക്കി. എത്രയൊക്കെ കൊണ്ടിട്ടും ജോസ്മോൻ പഠിച്ചില്ല, ഇനിയൊട്ട് പഠിക്കാനും പോണില്ല. പുതിയ ഏണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് എന്താണെന്നല്ലേ? മലർന്നു കിടന്ന മുകളിലേക്ക് തുപ്പുക എന്ന് കേട്ടിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ തോൽപ്പിച്ച മാണി സി കാപ്പൻ MLA ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാൻ പോകുന്നുവെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. അതും മാധ്യമങ്ങളെ അടക്കം വിളിച്ചു ചേർത്ത് ഔദ്യോഗികമായി തന്നെയായിരിക്കും ലയനമെന്നാണ് വാർത്തകളുടെ ഉള്ളടക്കം. എന്നാൽ വാർത്തകൾക്കിടയിൽ വരുന്ന കമന്റുകൾ പറഞ്ഞു വെക്കുന്നത് ഇത് ജോസ്മോന്റെ തന്നെ സംവിധാനത്തിൽ പുറത്തു വന്നിരിക്കുന്ന കഥയാണെന്നാണ്. എന്നാലോ ഈ കഥയ്ക്ക് പിന്നിൽ ഒരു യാഥാർത്ഥ്യവുമില്ല. ഇനിയും സംശയമുണ്ടെങ്കിൽ ശ്രീ മാണി സി കാപ്പനോട് തന്നെ ചോദിച്ചു നോക്കാം. മാണി സാർ നമസ്കാരം, വൈറ്റ് സൺ TV ന്നായിരുന്നേ. നമസ്കാരം സാറേ, ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ, അതായത് സാറ് ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാൻ പോവാണെന്നുള്ളതാണ് ഒരു വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനില്. അതിനൊരു യാതൊരു അർത്ഥവുമില്ല, യാതൊരു സത്യവുമില്ല. ഞാൻ UDF എന്റെ പാർട്ടി KDP കേരള ഡെമോക്രാറ്റിക് പാർട്ടി UDF ഘടകകക്ഷിയാണ്. ഞങ്ങളുടെ 2 സീറ്റിൽ മത്സരിച്ച പാർട്ടിയാണ്. ഈ ഒരു പാർട്ടിക്ക് UDF തന്നെയുള്ള ജോസഫ് ഗ്രൂപ്പുമായിട്ട് പോയി ലയിക്കേണ്ട ഒരു കാര്യമില്ല. ചില സങ്കല്പങ്ങളും ചില വ്യാമോഹങ്ങളും മാത്രമാണ്. ഓക്കെ ഓക്കെ, യാതൊരു അടിസ്ഥാനമില്ല അതിന്. ഒരടിസ്ഥാനം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ, മാണി സാർ പറയുന്നത് ചില വ്യാമോഹങ്ങളുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന കെട്ടുകഥ മാത്രമാണിതെന്നാണ്. അല്ലെങ്കിൽ തന്നെ ഈ മാണി സി കാപ്പൻ MLAയും മോൻസ് ജോസഫും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. UDFൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. മാണി സി കാപ്പൻ MLAക്ക് അദ്ദേഹം സ്വന്തമായി രൂപം കൊടുത്ത ഒരു പാർട്ടിയുണ്ട്, KDP. അദ്ദേഹം സ്വതന്ത്ര MLA ആയതിനാലാണ് പാർട്ടി പ്രസിഡന്റ് ആകാൻ സാധിക്കാത്തത്. മാത്രമല്ല സംസ്ഥാനത്ത് പൂർണ്ണമായും സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന പാർട്ടിയാണ് KDP. ഈ പാർട്ടി UDFന്റെ ഘടക കക്ഷിയായി നിലനിൽക്കെ തന്നെ എന്തിനാണ് അവർ ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കുന്നത്? അതും അവര് പോലും അറിയാതെ. ഇതൊക്കെ ജോസ്മോന്റെ ഓരോ കുസൃതികളാണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരിയേറെ ചിന്തിക്കേണ്ടതൊന്നുമില്ല. മാണി സി കാപ്പനും മോൻസ് ജോസഫും നല്ല സൗഹൃദത്തിലാണെന്നും അതിനൊരു മാറ്റം വന്നാൽ നേട്ടം കിട്ടാൻ സാധ്യതയുള്ളവരുമായിരിക്കുമല്ലോ ഈ വാർത്തയ്ക്ക് പിന്നിൽ. ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ട് ആ നേട്ടം സ്വന്തമാക്കാവുന്നത് എന്തായാലും മണ്ടത്തരമായിപ്പോയി. ജോസ്മോന്റെ പേരും അഡ്രസ്സും ഒന്നുമില്ലാത്ത മഞ്ഞ ചാനൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ല എങ്കിൽ മാണി സാറിന്റെ പ്രവർത്തകർ ജോസ്മോന്റെ അടുത്ത് ഒരു ലയന സമ്മേളനം നടത്തിയേനെ.